എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിപ്പോ ക്ലൈമറ്റ് ഒക്കെ കുറച്ച് മാറി തുടങ്ങി, ഒരു 8 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ ആയി തുടങ്ങി, കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിയല്ലേ. അപ്പൊ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? കുട്ടികളുമായ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് റോയൽ എയർഫോഴ്സ് മ്യൂസിയം. ലണ്ടനിലും മിഡ്ലാൻഡ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങൾ പോയത് മിഡ്ലാൻഡ്സിലാണ്. കോസ്ഫോർഡ് എന്ന സ്ഥലത്താണ് ഇത് ഉള്ളത്. അവിടേക്കുള്ള യാത്ര തന്നെ നല്ല രസമാണ് കേട്ടോ. വിവിധ തരത്തിലുള്ള ഫ്ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫൈറ്റർ ജെറ്റുകൾ കാണാം, വേൾഡ് വാറിന് ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റുകൾ കാണാം. അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഓഡിയോ ആയിട്ട് കേൾക്കണമെങ്കിൽ റെക്കോർഡിംഗ്സും അവൈലബിൾ ആണ്. ഫ്ലൈറ്റിനോട് താല്പര്യമുള്ള, എയർഫോഴ്സിനോട് താല്പര്യമുള്ള, എഞ്ചിനീയറിംഗിനോട് താല്പര്യമുള്ളവർക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. ഇനി താല്പര്യമൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 3 ഹാങ്ങേഴ്സിലായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഔട്ട്ഡോർ എക്സിബിറ്റും ഉണ്ട്. ഫ്ലൈറ്റ്സ് ചുമ്മാ പുറത്തുനിന്ന് കാണുക മാത്രമല്ല, അതിന്റെ എൻജിൻസും പലതും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും നമുക്ക് അവിടെ ലഭിക്കും. ഇത് തീർത്തും ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രിയാണ് ഈ എയർഫോഴ്സ് മ്യൂസിയത്തിലേക്ക്. പക്ഷെ അവിടെ ചില ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അത് വളരെ യുണീക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇത് ഒരു 4D എക്സ്പീരിയൻസ്, അതുപോലെ ഒരു ഫ്ലൈറ്റ് സോൺ, ഇതിനെല്ലാം നമ്മൾ ഒരു എക്സ്ട്രാ ചാർജസ് കൊടുക്കേണ്ടി വരും. ഈ 4D എക്സ്പീരിയൻസിൽ നമ്മൾ തന്നെ ഒരു ഫ്ലൈറ്റ് ഓടിച്ചു പോകുന്ന, ഒരു റെഡ് ആരോയെ ഫോളോ ചെയ്ത് നമ്മൾ ഓടിച്ചു പോകുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് അവിടെ ലഭിക്കും. 4 to 5 pounds ഒക്കെയാണ് വരുന്നത്. ഒത്തിരി വലിയ ചാർജസ് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഫ്ലൈറ്റ് സോൺ. നമുക്ക് തന്നെ ഒരു ഫ്ലൈറ്റിൽ കയറി, ഒരു ചെറിയ ക്യാബിനുള്ളിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. പിന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പാരാ ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു പാരച്യൂട്ടിൽ ഫ്ലൈ ചെയ്യുന്ന പോലെ നമുക്കൊരു VR എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ അതിൽ കയറിയിരുന്ന ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാരച്യൂട്ടിൽ ഒരു ടൗണിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ്, ഒരു VR എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ലഭിക്കും. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഔട്ട്ഡോർ പ്ലേ ഏരിയ ഉണ്ട്. എഗൈൻ ഫ്ലൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ഔട്ട്ഡോർ പ്ലേ ഏരിയ ആണ്. കുട്ടികൾ റിയലി നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കണമെങ്കിൽ കൂടി നമ്മുടെ എൻട്രി ഉറപ്പിക്കാനായിട്ട് ഒന്ന് പ്രീ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഏതൊരു യാത്രയും നമുക്കൊരു അനുഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും പോയി നോക്കൂ.